ഒരിക്കൽ രണ്ട് കുട്ടികൾ ഇരുട്ടത്തുകൂടി നടക്കുകയാണ്. സഹപാഠി സുഹൃത്തിനോട് ചോദിച്ചു, ഇപ്പോൾ നിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ നീ ദൈവത്തോട് എന്ത് ചോദിക്കും? സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഈ ഇരുട്ട് മാറ്റിത്തരാൻ ചോദിക്കും. കൂട്ടുകാരനുടനെ ഒരു മറുചോദ്യവും ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ എന്തു ചോദിക്കും? അവൻ പറഞ്ഞു, ഞാൻ കൂടുതൽ ഇരുട്ട് നൽകാൻ ചോദിക്കും. കാരണം ഇരുട്ട് കൂടുമ്പോൾ നക്ഷത്രങ്ങളുടെ തിളക്കവും കൂടും. ഇന്ന് ജൂലൈ 28. നക്ഷത്രങ്ങളെ സ്വന്തമാക്കാൻ ഇരുട്ടിനെ, സഹനത്തെ സ്നേഹിച്ച് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. എന്നാൽ അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിച്ച് സഹനങ്ങളെ സ്നേഹിച്ച് സ്വർഗത്തെയും അനേകായിരം ആത്മാക്കളെയും സ്വന്തമാക്കിയ അൽഫോൻസ എന്ന കൊച്ചു സിസ്റ്ററിൻ്റെ തിരുനാൾ. 1910 ഓഗസ്റ്റ് 19 കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് അൽഫോൻസ ജനിക്കുന്നത്. തൻ്റെ പേരമ്മയുടെ സംരക്ഷണത്തിൽ വളർന്നു വന്ന അന്നക്കുട്ടി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി 1927 ഭരണങ്ങാനത്തുള്ള ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ ചേർന്നു. 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്രം സ്വീകരിച്ച് അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചു. 1930 മെയ് 19 സഭാവസ്ത്രം സ്വീകരിക്കുകയും 1936 ഓഗസ്റ്റ് 12 നിത്യവ്രതം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള തൻ്റെ ജീവിതത്തിലുണ്ടായ രോഗപീഡനങ്ങളെയെല്ലാം യേശുവിൻ്റെ സ്നേഹചുംബനങ്ങളായിട്ടാണ് അവൾ കണ്ടത്. രോഗങ്ങൾക്കിടയിലും നല്ലൊരു അധ്യാപികയുടെ മാതൃക നൽകിയ അൽഫോൻസാമ 1946 ജൂലൈ 28 തൻ്റെ 35-ാമത്തെ വയസ്സിൽ സ്വർഗത്തെ സ്വന്തമാക്കി. ഭരണജ്ഞാനത്തെ ക്ലാരമഠത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അൽഫോൻസാമയെ 2006 ഒക്ടോബർ 12 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ എന്ന പദവിയിലേക്ക് അവൾ എത്തിച്ചേർന്നു. എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും സഹിക്കാനില്ലാത്ത ദിനങ്ങൾ നഷ്ട ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ വിശുദ്ധ അൽഫോൻസാമ നമ്മൾക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ പോലും ആത്മാക്കളെ സ്വന്തമാക്കുവാനുള്ള ആയുധങ്ങളാക്കി മാറ്റാൻ നമുക്കും സിസ്റ്റർ അൽഫോൻസാമയുടെ മാതൃക സ്വന്തമാക്കാം.